താലിബാൻ സൈന്യം പാകിസ്ഥാനിനെതിരെ ശക്തമായ ആക്രമണം അയച്ചുവിട്ടതോടെ തേക്കേന്തി പേടിച്ചോടുന്ന പാക് സൈനികരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തിയ പാകിസ്ഥാന്റെ നടപടിക്കെതിരെ അസീം മുനീറിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നു വരുന്നത്. അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാൻ അസീം മുനീർ മുതിർന്നത് ട്രംപിന്റെ വാക്ക് കേട്ട് എന്നാണ് പ്രധാന വിമർശനം. അസീം മുനീർ ട്രംപിന്റെ പണിയാളയായി മാറിക്കഴിഞ്ഞെന്നും വൈറ്റ് ഹൗസിൽ ട്രംപ് നൽകിയ ഭക്ഷണം ശരിക്കും സൗജന്യമായി നൽകിയതാണോ അതോ അതിന് കൊടുക്കുന്ന വിലയാണോ അഫ്ഗാനിസ്ഥാനെതിരെ വ്യോമാക്രമണം എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. താലിബാൻ സൈന്യത്തിന്റെ ആക്രമണത്തെ തുടർന്ന് തോറ്റോടുന്ന പാക് സൈനികരുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ ഇന്ന് ശ്രദ്ധേയമാണ്. കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് പ്രത്യാഘാതമായി കഴിഞ്ഞ ദിവസം ഡ്യൂറൻഡ് മേഖലയിൽ പാകിസ്ഥാൻ കേന്ദ്രങ്ങൾ താലിബാൻ സേന നടത്തിയ ആക്രമണത്തിൽ 58 പാക് സൈനികർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിരുന്നു. അതല്ല 100-ൽ പരം പാക് സൈനികർ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനിലൂടെയാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് ഇസ്ലാമിക മത പണ്ഡിതൻ സാക്കിർ നായിക് പറഞ്ഞ വാക്കുകൾ പാകിസ്ഥാനെ പരിഹസിക്കാൻ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പാക് പട്ടാളക്കാർക്ക് ശരിക്കും സ്വർഗത്തിലേക്കുള്ള വഴിയാണ് താലിബാൻ തുറന്നു കൊടുക്കുന്നത് എന്നും ഇത് പരിഹാസം. ലാഹോറിലെ പാതയിൽ ചോര ഒഴുകുകയാണെന്നും അഫ്ഗാനിസ്ഥാൻ സൈനികർ പാക് പട്ടാളത്തെ കൊന്നൊടുക്കുകയാണെന്നും മുൻ ജമ്മു കാശ്മീർ മുൻ DGP രേഷ് പോൾ വൈദ് പറയുന്നു. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഘട്ടം തുടങ്ങേണ്ട സമയമായെന്നും ISIൽ നിന്നും പാക് സൈന്യത്തിൽ നിന്നും പാകിസ്ഥാനെ മോചിപ്പിക്കണമെന്നുമാണ് രേഷ് പോൾ വൈദ് തൻ്റെ എക്സ് പോസ്റ്റിൽ ആവശ്യപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ആക്രമണം നടത്താൻ ട്രംപിന്റെ ഉപദേശപ്രകാരം പാകിസ്ഥാന്റെ വ്യോമമേഖല ഉപയോഗിക്കാൻ അസീം മുനീർ അനുമതി നൽകുകയാണെന്ന ശക്തമായ വിമർശനം കനക്കുകയാണ്. പാകിസ്ഥാൻ സൈനികർ അഫ്ഗാൻ പാക് അതിർത്തിയിലെ സൈനിക ക്യാമ്പിൽ നിന്നും ഓടിപ്പോകുന്നത് അസീം മുനീറിന്റെ യുദ്ധതന്ത്രത്തിലെ ദൗർബല്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വിമർശനവും ഉയർന്നു വരുന്നവയാണ്. അഫ്ഗാനിസ്ഥാനിലെ ഹെൽമണ്ട്, കാണ്ഡഹാർ, പന്തിക, ഗോസ്റ്റിക്, സാബൂൾ, നാഗർഹാൾ, കുനാർ പ്രവിശ്യകളിലെ ശക്തമായ ആക്രമണമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അയച്ചുവിട്ടത്. ഇപ്പോൾ ഇതിന് താലിബാൻ തിരിച്ചടി നൽകിയെന്നാണ് താലിബാൻ പ്രതിരോധ മന്ത്രി യാക്കൂബ് മുജാഹിദ് അവകാശപ്പെടുന്നത്.